തന്നെ എനിക്ക് സാമ്പത്തികം നന്നായിട്ട് വരുന്നുണ്ട്. എനിക്കെല്ലാം ഇപ്പൊ ഇപ്രാവശ്യത്തെ ട്രഷററും എന്റെ കയ്യിൽ സേവാണ്. അതായത് ഞാൻ 6ാമത്തെ ബാച്ചിലുള്ള ആളാണേ. അപ്പൊ ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാരും സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. അപ്പൊ ഞാനും വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ടാണ് ഇരുന്നത്. അപ്പൊ എനിക്ക് ഇതില് മെഡിറ്റേഷനൊക്കെ പങ്കെടുത്ത് ഞാൻ മണി മൈൻഡ്സെറ്റില് കോഴ്സിൽ ചേർന്നിട്ട് പിന്നെ എനിക്ക് സാമ്പത്തികം നല്ലോണം വരുന്നുണ്ടായിരുന്നു. പോസിറ്റീവായിട്ട് നല്ലപോലെ സാമ്പത്തികം ഇപ്പം എനിക്ക് ട്രഷർ ബാച്ചിലേക്ക് പിന്നെ ഞാൻ അഫർമേഷൻ പറഞ്ഞ് എഴുതി. എനിക്ക് ട്രഷർ ഇഎഫ്ടി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാന് അഫർമേഷൻ എഴുതുന്നുണ്ടായിരുന്നു. ട്രഷർ കോഴ്സിൽ പങ്കെടുക്കണം. അപ്പൊ അത് പങ്കെടുക്കാനുള്ള സാമ്പത്തികം എനിക്ക് നല്ലോണം വന്നു കയ്യില്. അല്ല കടം വാങ്ങിച്ചിട്ടൊന്നുമല്ല. എനിക്ക് ഓൾറെഡി കയ്യിലേക്ക് പൈസ വന്നു. അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുന്നത് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. ഓൾറെഡി നമ്മള് വിചാരിക്കാത്ത പോലെ നമുക്ക് ധനം എവിടുന്നെങ്കിലും വരും. ഇതിനുള്ള കാര്യങ്ങള് എല്ലാം അത് നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം നമ്മളിലേക്ക് വന്നോണ്ടിരിക്കുന്നത്. പിന്നെ അപ്പൊ ഇപ്പോ ട്രഷറില് ഞാനിപ്പോ പങ്കെടുക്കുന്ന ഓരോ പ്രാവശ്യവും എനിക്ക് അതിനുള്ള പൈസയെല്ലാം എൻ്റെ കയ്യിൽ സേവായിട്ടാ വരുന്നത്. അത് ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് പറഞ്ഞത്. ആരും പൈസയെപ്പറ്റി കുറിച്ചൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട. ചിന്തിക്കണ്ട ഇതെങ്ങനെ എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഇതിലേക്ക് ഞാൻ വന്നപ്പോ ഞാന് സ്റ്റാർട്ട് ചെയ്തപ്പോ പിന്നെ അഫർമേഷൻ എഴുതിയത് എനിക്കിത് പൂർത്തീകരിക്കാൻ പറ്റണം. അതിനുള്ള സാമ്പത്തികം വരണം. എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായിട്ട് വരണം എന്ന് അഫർമേഷൻ എഴുതുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സാമ്പത്തികം നന്നായിട്ട് വരുന്നുണ്ട്. എനിക്കെല്ലാം ഇപ്പൊ ഇപ്രാവശ്യത്തെ ട്രഷററും എന്റെ കയ്യിൽ സേവാണ്.